നമസ്കാരം. പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. മാർട്ടിൻ, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്ന CPIയുടെ വിവിധ ജില്ലകളിലെ സമ്മേളനങ്ങളിൽ പ്രധാനമായിട്ടും ഉയർന്നു വന്ന വിമർശനമാണ് ഇടതു മുന്നണി വിടണം എന്നൊക്കെ ചില മാധ്യമങ്ങളിലൊക്കെ കണ്ടു. അതുപോലെ തന്നെ പിണറായി വിജയനെതിരെ രൂക്ഷമായ രീതിയിൽ വിമർശനങ്ങളുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? CPIയിൽ നിന്ന് മാത്രമല്ല, കുറച്ച് നാളുകളായിട്ട് ഇടത് പക്ഷത്തു നിന്നും പിണറായി വിജയനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അപ്പം CPIയുടെ അല്ലെങ്കിൽ LDFിൻ്റെ ഒരു പ്രധാന കക്ഷി എന്ന നിലയിൽ CPI ഉന്നയിച്ചിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ്. കാരണം വെച്ചാൽ കുറച്ച് നാളുകളായിട്ട് അസ്വസ്ഥത ഇവരുടെ ഇടയിൽ ഉണ്ട്. കാരണം ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് പിണറായി വിജയൻ പോകുന്നു എന്നുള്ളൊരു വലിയൊരു ആരോപണം, വിമർശനം ഉയരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് CPIയിലും ഈ ഒരു വിമർശനം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു CPM വിടണം എന്ന് പറയുന്ന ഒരു ഇത് ഉയരുന്ന ഒരു വിമർശനം ഉയരുന്നത്. കാരണം എന്ന് വെച്ചാൽ അതുപോലെ തന്നെ കൊല്ലത്തും കഴിഞ്ഞ ദിവസം കോട്ടയത്തും മലപ്പുറത്തും എല്ലാം ഈ ഒരു ആരോപണം ശക്തമായിരുന്നു. അതിന് കാരണം ഈ പറയുന്ന ഒരു ഏകാധിപത്യ സ്വഭാവം എന്ന് തന്നെയാണ്. അതിന് പലവിധ കാരണങ്ങളുണ്ട്. കാരണം ഈ കഴിഞ്ഞ ഒരു ഒന്നാം പിണറായി സർക്കാരിന് ശേഷം പിന്നെ വരുന്നത് രണ്ടാം പിണറായി വിജയൻ സർക്കാർ വരുന്നു. ഈ ഒരു കാലയളവിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾ സർക്കാർ നേരിട്ടിട്ടുണ്ട്. അപ്പം അതിലൊന്ന് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കാർഷിക വകുപ്പുമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. രണ്ടാമത്തത് ഒന്ന് കാർഷിക വകുപ്പ്, പിന്നെ മറ്റേത് GR അനിൽകുമാറിൻ്റെ ഒരു ഭക്ഷ്യവകുപ്പ്. ഈ രണ്ട് വകുപ്പിലുമാണ് പ്രശ്നങ്ങൾ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. കാരണം കഴിഞ്ഞിടയ്ക്ക് നമ്മളിവിടെ ചർച്ച ചെയ്താണ് വെളിച്ചെണ്ണ അടക്കമുള്ള ആവശ്യ സാധനങ്ങളുടെ വില വർധനവ്. അപ്പം ഇത് പിടിച്ചു നിർത്താൻ സർക്കാരിന് പറ്റുന്നില്ല. അത് പല തവണയായിട്ട് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പാന്ന് തോന്നുന്നു ഈ നമ്മുടെ കൺസ്യൂമർ ഫെഡിലാന്ന് തോന്നുന്നു ആവശ്യത്തിനുള്ള ഭക്ഷണ സാധനങ്ങളില്ലാതെ വന്നൊരു പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങളില്ലാതെ എല്ലാം റാക്കുകളെല്ലാം കാലിയായിട്ട് കിടക്കുന്നൊരു കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അപ്പം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ സർക്കാരിന് വീഴ്ച ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും വിമർശനങ്ങൾ ഉയരും. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് ഈ പാർട്ടിക്കുള്ളിൽ തന്നെ അവർ ചർച്ച ചെയ്യുമ്പോഴത്തേനും CPI ഭരിക്കുന്ന അല്ലെങ്കിൽ CPI മന്ത്രിമാരുള്ള ഈ വകുപ്പുകളെ പിണറായി വിജയൻ സർക്കാർ പൂർണ്ണമായിട്ട് തഴയുന്നു എന്നാണ് ഇപ്പോൾ ഈ സമ്മേളനങ്ങൾ ഉയരുന്ന വിമർശനം. അപ്പം ഇതുകൊണ്ട് തന്നെ അവർ നോക്കുമ്പോഴത്തേനും അവർക്ക് കൂടുതൽ പ്രശ്നമാണിത്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ അവർ CPI LDF വിടണം എന്നുള്ളൊരു പോയിന്റിലോട്ട് അവരെത്തുന്നത്. അപ്പം പിണറായി വിജയൻ്റെ ഒരു സ്വഭാവം അറിയാലോ, എപ്പോഴും ഈ കുറച്ച് നാളുകളായിട്ട് ഒരു ഏകാധിപത്യ സ്വഭാവത്തിലോട്ട് പുള്ളി മാറുന്നുണ്ട്. തുടക്കം മുതലേ അങ്ങനെ തന്നെയായിരുന്നു. ആദ്യമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിർത്താമെങ്കിലും അവസാനമൊക്കെ ആകുമ്പോഴത്തേനും അത് പൂർണ്ണമായിട്ട് അത് മാറുന്നുണ്ട്. ഇപ്പം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനം മാത്രമാണ് എപ്പോഴും നടപ്പിലാകുന്നത്. അത് പാർട്ടിക്കുള്ളിലും കുറേ കാലമായിട്ട് അങ്ങനെ തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മൾ ലോകത്തിൻ്റെ ചരിത്രം എടുത്താൽ, ലോകത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ചരിത്രം എടുത്താൽ എവിടെയൊക്കെ കമ്മ്യൂണിസം തകർന്നു പോയിട്ടുണ്ടോ അതിനെല്ലാം പ്രധാന കാരണം എന്ന് വെച്ചാൽ ഏകാധിപത്യ സ്വഭാവമാണ്. കാരണം ഏകാധിപതികൾ ഭരിക്കുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പം ഈ ഒരു പേടി എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് ഉണ്ട്. അതിപ്പോൾ ബംഗാളിലാണെങ്കിൽ പോലും ത്രിപുരയിലാണെങ്കിൽ പോലും ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. കാരണം അവർ സ്വന്തമായിട്ട് വർഷങ്ങളോളം തുടർഭരണം ലഭിക്കുകയും അവർ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും മറ്റുള്ളവരുടെ വാക്കിന് ഒരു വില കൽപ്പിക്കാതെയും തീരുമാനങ്ങൾ എടുക്കുകയും അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് ലോകത്ത് ഇന്ത്യയിലും എല്ലാം കമ്മ്യൂണിസം തകർന്നു പോയിട്ടുള്ളത്. സമാനമായ രീതിയിൽ തന്നെ കേരളത്തിലും അത് ആവർത്തിക്കുന്നുണ്ട്. അത് പിണറായി വിജയനിലൂടെയാണെന്നാണ് പറയാനുള്ളത്. ഇനിയിപ്പം അടുത്ത ഇലക്ഷൻ വരികയാണ്. ഇലക്ഷൻ വരുമ്പം ഇപ്പോൾ തന്നെ ശക്തമാണ് ഒരു മൂന്നാം പിണറായി സർക്കാർ എന്നൊരു രീതിയിലോട്ട് പ്രചരണങ്ങൾ ഇപ്പം തന്നെ ശക്തമാണ്. അതിൽ പോലും CPIക്ക് വിമർശനമുണ്ട്. പിണറായി വിജയൻ സർക്കാരല്ല, LDF സർക്കാർ. മനസ്സിലായി? അതിപ്പം നമ്മളാണെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ, ഒന്നാം പിണറായി വിജയൻ സർക്കാർ, രണ്ടാം പിണറായി വിജയൻ സർക്കാർ, ഇങ്ങനെയാണ് നമ്മൾ പോലും ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പം അത് നമ്മൾ ഒരിക്കലും മനഃപൂർവ്വം ചെയ്യുന്നില്ല. നമ്മുടെ വായിൽ അതെ, നമ്മുടെ വായിൽ അങ്ങനെ വരുന്നതാണ്. അത് നമ്മുടെ പോലും തെറ്റില്ല. കാരണം അത്തരത്തിലൊരു രീതിയിലോട്ട് തന്നെ ഇതങ്ങ് മാറിപ്പോയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. അതായത് ഒരു വ്യക്തിയിലോട്ട് അധികാരം കേന്ദ്രീകരിക്കപ്പെടുക. ഇപ്പോൾ പാർട്ടിയുടെ ആണെങ്കിലും മുന്നണികളുടെ ആണെങ്കിൽ പോലും സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അധികാരത്തിൽ ഒരാളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുക. അതായത് ഒരു പിരമിഡ് ആകൃതിയിലോട്ട് മാറുകയാണ്. അപ്പോൾ ഇത് കൂടുതൽ പ്രശ്നമാകുമെന്നുള്ള കാര്യം രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്കത് മനസ്സിലാകും.
കാരണം അങ്ങനെയല്ലല്ലോ, ജനാധിപത്യ വ്യവസ്ഥയിൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇത് തന്നെയാണ് പ്രശ്നം വരുന്നത്. അതായത് ഒരു ജനാധിപത്യ സ്വഭാവം വിട്ടിട്ട് ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് ഇത് മാറുന്നിടത്ത് ആണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്, നാശം ആരംഭിക്കാൻ പോകുന്നത്. ഈ ഒരു പേടി CPI ക്കുണ്ട്. അവർ തീർച്ചയായിട്ടും അറിയാം, അവരൊരു ജനാധിപത്യ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നൊരു സംഘടനയാണ്. അപ്പം അവർക്കതിൻ്റെ ഒരു പേടി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കണം അവർ അങ്ങനെ പറഞ്ഞത് തന്നെ. സമ്മേളനങ്ങളിൽ ഇത്രയും ആരോപണങ്ങൾ, ഇത്രയും വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുന്നത് തീർച്ചയായും അതുകൊണ്ട് തന്നെ. അതെ, പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ഉണ്ട്, CPM-നുള്ളിൽ നിന്ന് പോലും ഈ ഒരു വിമർശനമുണ്ട്. പക്ഷേ പേടിയാണ്, കാരണം പേടിയാണ്. ഇപ്പം 1-2 വകുപ്പിൽ മാത്രമല്ല, ആരോഗ്യവകുപ്പിന്റെ അവസ്ഥ നമുക്ക്. അതെ, ആരോഗ്യവകുപ്പ് സ്കൂളാണെങ്കിൽ പോലും അറിയാം. സ്കൂളിലേക്ക് നമ്മളെന്താ പറയുക, ഒരു ചീട്ടുകൊട്ടാരം പോലെ പണിതിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. കാരണം വെച്ചാൽ പ്രചരണങ്ങൾ ശക്തമാണ്. തീർച്ചയായിട്ടും സർക്കാരിന് വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യാൻ വലിയൊരു സിസ്റ്റം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബലത്തിൽ മാത്രമാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പം ഇനി അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ പോലും അതിരൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു രീതിയുണ്ട്. അപ്പം ഫേസ്ബുക്കിലോട്ടൊന്നും അടുക്കാൻ പോലും വരാം, എന്തെങ്കിലും പറഞ്ഞു പോയാൽ ആക്രമണമാണ് നമുക്ക്. അതായത് നമ്മൾ അടിയിൽ വന്നിട്ട് നമ്മൾ പറഞ്ഞതിൻ്റെ ആ ഒരു മെറിറ്റിനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ, ആക്രമിക്കുന്ന രീതിയിലാണ് സംഭവങ്ങൾ പോകുന്നത്. അപ്പം ഏത് വിധേനെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. അതിനിപ്പം ആര് എന്നുള്ളതൊന്നും അവർക്ക് പ്രശ്നമല്ല. അപ്പം എങ്ങനെ ആക്രമിക്കുക, എങ്ങനെ അടിച്ച് തകർക്കുക എന്നുള്ളൊരു രീതിയിലോട്ടാണ് അവർ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ പേടിയാണ്. അതായത് പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും പ്രതികരിക്കാൻ പേടിയാണ്. ഇപ്പം പിണറായി വിജയൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, ആരും ഒന്നും മിണ്ടില്ല. കഴിഞ്ഞ ദിവസത്തെ ജോത്സ്യനെ കാണാൻ, അതെ, ജോത്സ്യനെ കാണാൻ പോയി. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രതികരണമുണ്ടോ? ഇപ്പം മന്ത്രിമാരോട് പ്രതികരണം ചോദിച്ചാൽ പോലും അവർ മാറിക്കളയത്തേ ഉള്ളൂ. സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു രീതി ഇല്ല ഒരിക്കലും. അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു നിരീശ്വരവാദപരമായിട്ടുള്ള രീതിയിലാണ് അവർ പോകുന്നത്. പക്ഷേ ആ ഒരു സ്ഥാനത്താണ് ഒരു പാർട്ടിയുടെ സെക്രട്ടറി തന്നെ ജോത്സ്യനെ കാണാൻ പോകുന്നതും നോക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുണ്ട്, അതിപ്പോൾ നമ്മൾ പറയണമെന്നില്ല. പക്ഷേ ചോദിക്കാൻ ആരും ഇല്ല, അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും ആരും ധൈര്യപ്പെടുന്നില്ല. ഇപ്പം കഴിഞ്ഞിടക്കാണ് VS മരിച്ചത്. അപ്പോൾ VS-ഉമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാലോ. ഒരുപാട് വിഭാഗീയത എന്ന് പറയുന്നൊരു സാധനം കുറേ കാലം കേരളം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പം VS-ൻ്റെയൊക്കെ അവസ്ഥ അറിയില്ല, അവസാനം അപ്രസക്തനായി പോകുക എന്ന് പറയുന്ന രീതിയിലോട്ട് അദ്ദേഹത്തെ മാറ്റിക്കളഞ്ഞു. പക്ഷെ എന്നിട്ടും അദ്ദേഹം മരിച്ചപ്പോൾ ഈ കണ്ട ജനക്കൂട്ടം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഒരു VS എന്നുള്ളൊരു പേര് കൊണ്ട് മാത്രം വന്നതാണ്. പക്ഷെ എന്നാൽ പോലും അത്രയും പവർഫുൾ ഒരു മനുഷ്യൻ പാർട്ടി CPM-നകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ വിമർശിക്കാനുള്ള ഒരു പേടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഏകാധിപതിയായിട്ട് തന്നെ തുടരുന്നു. ഈ ഒരു രീതിയിൽ പോകേണ്ടതില്ല എന്ന് CPI-യും തീരുമാനിക്കുന്നു എന്നിടത്താണ്. ഇനി എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയാം. കാരണം അടുത്ത ഇലക്ഷൻ വരികയാണ്, 2026 ഉടൻ തന്നെ ഇലക്ഷൻ വരും. ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ത് സംഭവിക്കുന്നുള്ളത് കണ്ടറിയാം.